ഹലോ ഗൈസ്, വെൽക്കം മൈ ചാനൽ ജോവിയൽ ക്രാഫ്റ്റ്സ്. ആദ്യമായാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നിപ്പോൾ നമ്മൾ ഉഷ ബ്രാൻഡിൻ്റെ ജെനോ മെഷീനിൽ എങ്ങനെയാണ് ആപ്ലിക്ക് വർക്ക് ചെയ്യുന്നതും അതിൻ്റെ മോഡ്സും കാര്യങ്ങളും ഇടുന്നതും ഞാൻ ചെയ്തുകൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ടു എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മോഡ്സും കാര്യങ്ങളും ഇടുന്നത് ഞാൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു വിധമൊക്കെ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എപ്പോഴും റിമൈൻഡ് ചെയ്യുന്നതാണ്, നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് നമ്മളുടെ വിജയം. സോ ഞാനിതുപോലുള്ള ടെക്നിക്സൊക്കെ ഒരുപാട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ജെനോ മെഷീനിൽ ബിഗിനേഴ്സിനാണെങ്കിൽ കൂടുതൽ യൂസ്ഫുള്ളാണ് ഇങ്ങനെയുള്ള വീഡിയോസ്. ബിക്കോസ് ഈ ഒരു മെഷീൻ ഒരുപാട് വർഷങ്ങളായി യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ അവർക്കാണെങ്കിൽ കൂടി ഇതിനകത്തുള്ള സ്പെസിഫിക്കേഷൻസ് അത്രയും ക്ലിയർ അല്ല. എന്തൊക്കെയുണ്ടെന്ന് അറിയാമെങ്കിൽ കൂടി ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് ഇന്നവർ ട്രൈ ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഞാൻ എല്ലാവരുടെയും ചാനലിൽ വീഡിയോസൊക്കെ കാണാറുണ്ട് ഈ മെഷീൻ യൂസ് ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത് കേൾക്കുമ്പം അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് വീഡിയോസൊക്കെ ചെയ്ത് വന്നത്. അപ്പം ഇതിലുള്ള സ്പെസിഫിക്കേഷൻസ് ഓൾമോസ്റ്റ് ഒക്കെ ഞാൻ വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കിൻ്റെയാണ് ചെയ്യുന്നത്. ആപ്ലിക്കിൻ്റെ ഈ മോഡ് വെച്ച് തന്നെ നമുക്ക് മെഷീൻ എംബ്രോയ്ഡറിയിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആപ്ലിക്കിന് യൂസ് ചെയ്യുന്നു മാത്രമേ ഈ ഒരു സ്റ്റിച്ചിങ്. ഇങ്ങനെ നമുക്ക് ഔട്ട്ലൈൻ ഇപ്പം ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ആണെങ്കിലോ ഫ്ലോറലിൻ്റെ മോട്ടീഫ് ആണെങ്കിലോ എന്താണെങ്കിലും ഇതിപ്പോൾ ഞാൻ സ്ക്വയർ പീസ് ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രം. ആ ഒരു എന്താ പറയുക, നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഈവൻ ഫ്ലവേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു മോട്ടീഫ് ആണെങ്കിലും നമുക്ക് ഇതേപോലെ ആപ്ലിക്ക് ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ എടുക്കാൻ പറ്റും. ഫ്രോക്സിലാണെങ്കിലും ഡ്രസ്സസിലാണെങ്കിലും സാരീസിലാണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും ഈവൻ എന്താണെങ്കിലും മെൻസിൻ്റെ ഷർട്ടിലാണെങ്കിലും ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇപ്പം ഞാൻ ആ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ തന്നെ ഒരു 2 പീസ് കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, 2 സ്ക്വയർ പീസ് കൂടെ. ഞാൻ ഇത് ചെറിയൊരു ബിറ്റ് പീസിൽ നിങ്ങളെ ചെയ്ത് കാണിക്കാൻ വേണ്ടി എടുത്തോന്നേ ഉള്ളൂ. നമ്മൾ മെയിൻ ഫാബ്രിക്കിലേക്ക് കുറേ ഇങ്ങനെ ചെയ്തേച്ച് അതൊക്കെ ഡ്രസ്സാക്കിയൊക്കെ എടുക്കാനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെ 2ാമത്തെ പീസും കൂടെ ഞാൻ ഫിനിഷ് ചെയ്ത് പോവാണ്. ആ ഒരു യെല്ലോ കോൺട്രാസ്റ്റ് ത്രെഡൂടെ ഞാൻ കൊടുത്തപ്പോൾ നല്ല ഭംഗിയാകും, നല്ലൊരു എലഗൻസ്, നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. അതിങ്ങനെ എന്താ പറയുന്നത്, എംഫസിസ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആ ഒരു ഡിസൈന്. നല്ലലും റെഡ്, യെല്ലോ, ബ്ലാക്ക് ഒക്കെ ഭയങ്കര ബെസ്റ്റ് കോൺട്രാസ്റ്റ് ആണ് ഷെയ്ഡ്സ് വരുമ്പോൾ. ഓക്കെ, സെക്കൻഡ് വൺ ആയാലും തേർഡ് വൺ ആയാലും ഇപ്പം ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ലുക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ 3ഉം കൂടെ ഫിനിഷ് ചെയ്തിട്ടുള്ളത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നല്ല ഭംഗിയായിരിക്കും. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫാബ്രിക് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബിറ്റ് പീസോ കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന ഫാബ്രിക്സ് ഇഷ്ടംപോലെ കാണുമല്ലോ, അതൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ആപ്ലിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പുതിയൊരു കളക്ഷനായി, പുതിയൊരു ഡിസൈനായി. എന്നിട്ട് അതിൽ നമ്മൾ ഡ്രസ്സൊക്കെ മേക്ക് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ അന്ന് ഔട്ട് സൈഡ് അവൈലബിലിറ്റി കിട്ടില്ല, നമ്മളുടെ ഓൺ പ്രോഡക്റ്റ് അല്ലേ. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല പേഷ്യൻസോടെ ചെയ്താൽ മതി, പതിയെ ചെയ്താൽ മതി. സ്പീഡ് കൂട്ടിയൊന്നും ചെയ്യണമെന്നില്ല. എക്സ്പേർട്ടായിട്ടുള്ളവർക്ക് സ്പീഡ് കൂട്ടി ചെയ്യാം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ആ ഒരു സ്ക്വയർ പീസ് ഞാൻ ആപ്ലിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസും ട്രിക്സും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.